ആദാബ്. ഇന്നത്തെ വീഡിയോയിൽ മെട്രോ കാ സഫർ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം ആദ്യത്തെ പ്രവർത്തനം എന്താണെന്ന്. കൊച്ചിൻ കേരള കാ ഏക് ബഡാ ഷഹർ ഹേ. ജോഷ്ന നീ കൊച്ചിൻ കെ സഫർ മേ ക്യാ ക്യാ ദേഖാ ലിഖിയെ. എന്താ പറഞ്ഞത്? കൊച്ചിൻ കേരളത്തിലെ ഒരു വലിയ ഷഹറാണ് അല്ലേ, ഒരു വലിയ സിറ്റിയാണ്. ജോഷ്ന കൊച്ചിയിലെ യാത്രയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് കണ്ടത്? ലിഖിയെ. അപ്പോൾ നമുക്ക് പാഠഭാഗം എടുക്കുന്ന സമയത്ത് അതിലുണ്ടായിരുന്നു ഷിപ്പ് യാർഡ്, മറൈൻ ഡ്രൈവ്, ഹവായി അഡ്ഡ, ഇതെല്ലാം കൊച്ചിയിൽ നിന്ന് ജോഷ്ന കണ്ടു എന്നുള്ളത്. അപ്പോൾ നമുക്ക് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് എങ്ങനെ ഉത്തരം എഴുതാം? നോക്കൂ. ജോഷ്ന കൊച്ചിൻ കെ സഫർ മേ ഹവായി അഡ്ഡ, ഷിപ്പ് യാർഡ്, मरीन ड्राइव और मेट्रो देखा. മെട്രോയിൽ യാത്ര ചെയ്തിട്ടുണ്ട് അല്ലേ, മെട്രോയിൽ യാത്ര ചെയ്തു എന്നാണ് പറഞ്ഞത്. മെട്രോയും കണ്ടിട്ടുണ്ടല്ലോ, അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്താണ് എഴുതിയിട്ടുള്ളത്. ഇനി രണ്ടാമത്തേത് ഇതാണ്. കൊച്ചിൻ കേരള കാ ഏക് മഷഹൂർ തഫ്രീഹി മക്കാം ഹേ. എന്താണ് ഈ തഫ്രീഹി മക്കാം? നമുക്കറിയാം, വിനോദസഞ്ചാര മേഖലയെയാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെയാണ് തഫ്രീഹി മക്കാം എന്ന് പറയുന്നത്. കൊച്ചിൻ കേരളത്തിലെ ഒരു പ്രസിദ്ധമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമാണ്. ഇസ് തരഹ് കെ ഓർ തഫ്രീഹി മക്കാമാത് കെ നാം ലിഖിയെ. ഇതുപോലെയുള്ള വേറെ വിനോദസഞ്ചാര മേഖലകളുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാമല്ലേ, ഒരുപാട് വിനോദസഞ്ചാര മേഖലകളുണ്ട്. എഴുതാം, വയനാട് എഴുതാം, വയനാട്, മൂന്നാർ, പിന്നെന്താ എഴുതാം, മലമ്പുഴ, ആലപ്പുഴ, അങ്ങനെ ഒരുപാട് വിനോദസഞ്ചാര മേഖലകളുണ്ട്. ഇവിടെ അല്ലാത്തത് നമുക്ക് മൈസൂർ എഴുതാൻ പറ്റും അല്ലേ, മൈസൂർ എഴുതാം. അതുപോലെ തന്നെ ദില്ലി എഴുതാം. ഇതെല്ലാം എന്താണ്? വിനോദസഞ്ചാര മേഖലകളാണ്. അപ്പോൾ കുറച്ചെണ്ണം കേരളത്തിലേതും അല്ലാത്തതുമായിട്ടാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയുള്ളതിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചെണ്ണം എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതല്ലാതെ വേറെ നോക്കൂ. കൊച്ചിൻ കെ ബാരെ മേ ആപ് ക്യാ ക്യാ ജാൻതേ ഹേ, ഏക് നോട്ട് തയ്യാർ കീജിയെ. കൊച്ചിയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം അറിയാം? ഒരു നോട്ട് തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ചോദ്യങ്ങളിൽ തന്നെ കുറച്ച് ഇതിലേക്കുള്ള കാര്യങ്ങളുണ്ട്. നോക്കൂ, ഇവിടെ പറഞ്ഞിട്ടുണ്ട് കൊച്ചിൻ കേരള കാ ഏക് ബഡാ ഷഹർ ഹേ. ഇവിടെ പറഞ്ഞു കൊച്ചിൻ കേരള കാ ഏക് മഷഹൂർ തഫ്രീഹി മക്കാം ഹേ. അപ്പോൾ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? നമുക്ക് വളരെ വൃത്തിയായിട്ടൊരു നോട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ എഴുതാം? ഒരു ചെറുതായിട്ടൊന്ന് എഴുതി നോക്കൂ. കൊച്ചിൻ കേരള കാ ഏക് ബഡാ ഷഹർ ഹേ. വഹാ मेट्रो है, हवाई अड्डा है, കൊച്ചിൻ എയർപോർട്ട് സിയാൽ അല്ലേ, ഹവായി അഡ്ഡ ഹേ, ഷിപ്പ് യാർഡ് ഹേ, और मरीन ड्राइव भी है. कोचिन केरला का एक मशहूर तफरीही मकाम भी है. वहाँ बहुत लोग आते जाते हैं. അല്ലെങ്കിൽ വഹാ ദിൻ ബദിൻ അല്ലേ, ഓരോ ദിവസവും ദിൻ ബദിൻ, അല്ലെങ്കിൽ ദിവസം കൂടുന്തോറും എന്നൊക്കെ പറയാം. ബഹുത് ലോഗ് ആത്തെ ജാത്തെ ഹേ. वो
केरला का एक മഷഹൂർ ജഗാഹ്, കേരളത്തിലെ ഏറ്റവും വലിയ അല്ലേ, അല്ലെങ്കിൽ ഏറ്റവും വലിയ എന്നല്ല, ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു ജഗ ആണ് ഏത്, നമ്മുടെ കൊച്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഇനി കൊച്ചിയിലുള്ള വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ ചേർത്തിട്ട് ഇതിൽ നോട്ടിൽ ആഡ് ചെയ്യാം കേട്ടോ. പഠിയേ ഓർ സംജിയേ എന്നുള്ളതാണ്, വായിക്കാം മനസ്സിലാക്കാം. നോക്കൂ, രാഹുൽ മെട്രോ മേ സഫർ കർണേ ലഗ. എന്താ പറഞ്ഞത്? രാഹുൽ മെട്രോയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. കർണേ ലഗ ചെയ്യാൻ തുടങ്ങി. ജോഷ്ന മെട്രോ മേ സഫർ കർണേ ലഗി. ജോഷ്ന മെട്രോയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ലോഗ് മെട്രോ മേ സഫർ കർണേ ലഗ. ആളുകൾ മെട്രോയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ ഔറത്തെ മെട്രോ മേ സഫർ കർണേ ലഗി. സ്ത്രീകൾ മെട്രോയിൽ യാത്ര ചെയ്യാൻ തുടങ്ങി. ഇതിലെന്താണ് വ്യത്യാസം? ഇവിടെ നോക്കൂ, രാഹുൽ ആയപ്പോൾ ഇവിടെ സഫർ കർണേ ലഗ. ജോഷ്ന ആയപ്പോഴോ ഇവിടെ സഫർ കർണേ ലഗി. കണ്ടോ? ലോഗ് ആയപ്പോൾ, ആളുകളായപ്പോൾ ഇവിടെ കർണേ ലഗേ. ഏതാളുകൾ എന്ന് പറഞ്ഞിട്ടില്ല, സ്ത്രീകളാണോ പുരുഷന്മാരാണെന്നും പറഞ്ഞിട്ടില്ല, ആളുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനിയിപ്പോൾ പുരുഷന്മാരാണെന്നുണ്ടെങ്കിലും എന്താണ്, കർണേ ലഗിയാണ്. ഔറത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞപ്പോൾ അതെന്താ ഇവിടെ കർണേ ലഗി എന്നായി. മനസ്സിലായോ? അപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇതെല്ലാം ശ്രദ്ധിക്കുക. ഇനി അടുത്ത സവാൽ ഇതാണ്. ആജ്കൽ ലോഗ് സഫർ കെ ലിയെ അവാമി സവാരിയാ ഇസ്തേമാൽ കർത്തേ ഹെ. ബച്ചോ അവാമി സവാരിയോं के इस्तेमाल से क्या फ़ायदे हैं, अपने अल्फाज में लिखिए. ആദ്യം ഈ അവാമി സവാരിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം അല്ലേ. അവാമി സവാരിയ എന്ന് പറഞ്ഞാൽ പൊതുഗതാഗതങ്ങൾ, അഥവാ നമ്മൾ ബസ്സിൽ പോകുന്നത്, ട്രെയിനിൽ പോകുന്നത്, ഇതൊക്കെ പൊതുഗതാഗതങ്ങളാണ് അല്ലേ. അതേസമയം നമ്മുടെ ആവശ്യത്തിനായിട്ട് നമ്മളൊരു കാർ എടുത്ത് പോകുന്നു, അത് പൊതുഗതാഗതത്തിൽ പെടുന്നില്ല. അപ്പോൾ ഈ പൊതുഗതാഗതം എന്നുള്ളത് കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എന്തൊക്കെയാണ് നേട്ടങ്ങൾ നമ്മളിപ്പോൾ ആലോചിക്കുക. ഒരു ബസ്സിൽ ഏകദേശം ഒരു 50 പേരൊക്കെ യാത്ര ചെയ്യുമായിരിക്കും അല്ലേ. ഈ 50 പേര് നമ്മളിപ്പോൾ ഒരു കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്രയും പൊല്യൂഷൻ കൂടുകയാണ്. അതെല്ലാവരും കൂടി ചേർന്ന് ഈ ഒരൊറ്റ ബസ്സിലാണെന്നുണ്ടെങ്കിലോ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ഈ പൊല്യൂഷൻ കുറയും, അതേപോലെ തന്നെ റോഡിലെ തിക്കും തിരക്കുകളും കുറയും അല്ലേ. ഏകദേശം ഒരു 50 പേര് കാറിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ, കയറണം എന്നുണ്ടെങ്കിൽ ഒരു 20 കാറെങ്കിലും എടുക്കേണ്ടി വരും ഇല്ലേ. അപ്പോൾ നോക്കൂ, അത്രയും എന്ത് ചെയ്യാണ്, പൊല്യൂഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഈ എന്തൊക്കെ ഗുണങ്ങളാണ് ഈ അവാമി സവാരിയം കൊണ്ടുള്ളത്? ഒന്ന് നമുക്കറിയാം, പൊല്യൂഷൻ കുറയുന്നുണ്ട്. ഹവായി ആലൂദഗി അഥവാ എയർ പൊല്യൂഷൻ കുറയുന്നു, വായു മലിനീകരണം കുറയുന്നു. അതുപോലെ തന്നെ റോഡിൽ വാഹനങ്ങളുടെ തിരക്ക് കുറയും. അതേപോലെ തന്നെ സമയം ലാഭിക്കാൻ കഴിയും അല്ലേ. നമ്മൾ നോക്കൂ, ഒരു ബസ് പോകുന്നതും വരിവരിയായിട്ട് കുറേ കാറുകൾ ഇങ്ങനെ പോകുന്നതും 50 പേർക്ക് വേണ്ടിയിട്ട് ഒരു 20 കാറ്, അതല്ലാന്നുണ്ടെങ്കിൽ ഒരൊറ്റ ബസ് അതിൽ 50 പേര് പോകുന്നതും. ഏതായിരിക്കും റോഡിൽ തിരക്ക് കുറവ്? ഏതായിരിക്കും ഏറ്റവും സമയം ലാഭം? നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും അല്ലേ. അപ്പോൾ ഇതൊക്കെ എന്താണ്, പൊതുഗതാഗതത്തിൻ്റെ നേട്ടങ്ങൾ. നമ്മുടെ പാഠഭാഗത്ത് തന്നെ ഇതിനെക്കുറിച്ചുള്ള കുറച്ച് പരാമർശങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ പാഠഭാഗത്ത് തന്നെ ഉണ്ട്. മെട്രോയിൽ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ നോക്കൂ, ഗാഡിയോं की भीड़ कम करने और वक्त बचाने के लिए मेट्रो का सफ़र बेहतर है. അതുപോലെ തന്നെ ഇവിടെ गाड़ियों की भीड़ से बच सकते हैं और हवाई आलूदगी से भी महफूज रह सकते हैं. ഇത് മെട്രോയെക്കുറിച്ച് പറഞ്ഞത് തന്നെയാണ്. മെട്രോയും ഒരു പൊതുഗതാഗതമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഉത്തരം തയ്യാറാക്കുന്നത് നോക്കാം. നോക്കൂ, നമുക്ക് ആദ്യം ഇങ്ങനെ എഴുതാം. ആജ്കൽ ലോഗ് സഫർ കെ ലിയെ അവാമി സവാരിയ ഇസ്തേമാൽ കർത്തേ ഹെ. പിന്നെ इससे हम वक्त बच सकते हैं. गाड़ियों के भीड़ से बच सकते हैं और हवाई आलूदगी
से भी महफूज रह सकते हैं. എന്താ അർത്ഥം? ഇതിൽ നിന്ന് നമുക്ക് സമയം ലാഭിക്കാൻ സാധിക്കുന്നു, അതുപോലെ തന്നെ വാഹനങ്ങളുടെ തിരക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുന്നു, ഒപ്പം തന്നെ ഹവായി ആലൂദകി അഥവാ എയർ പൊല്യൂഷനിൽ നിന്നും സുരക്ഷിതമാവാൻ സഹായിക്കുന്നു. അടുത്ത സവാല്, ആജ്കൽ സड़क पर गाड़ियों की बड़ी भीड़ है. गाड़ियों की तादाद बढ़ने की वजह से हमें क्या क्या मुश्किलात पेश आती है. एक നോട്ട് ലിഖിയെ. എന്താ പറയുന്നത്? ഇക്കാലത്ത് അല്ലെങ്കിൽ ഇന്ന് കാലത്ത് റോഡുകളിൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണുള്ളത്. ആണല്ലോ അല്ലേ? പണ്ടത്തെ പോലെയല്ല. ഇന്ന് നമുക്കറിയാം ഓരോ വീട്ടിലും എത്ര വാഹനങ്ങളാണ്. ഒരു ബൈക്ക് ഉണ്ടാവും, ഒപ്പം ഒരു കാർ ഉണ്ടാവും. ഇനിയിപ്പോൾ കുറച്ചുകൂടി പണക്കാരാണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോരോ വാഹനങ്ങളാണ് അല്ലേ? എല്ലാവരും കൂടെ ഒരൊറ്റ ഭാഗത്തേക്കാണ് പോകുന്നതെങ്കിലും എല്ലാവരും തനിത്തനി വേറെ വേറെ വാഹനങ്ങളിലായിരിക്കും പോവുക. അപ്പോൾ എന്ത് ചെയ്യാണ്? ഞാൻ പറഞ്ഞതുപോലെ ഒരു 50 പേര് പോകണം എന്നുണ്ടെങ്കിൽ എത്ര വാഹനം ഇറങ്ങണം അല്ലേ? അപ്പോൾ എല്ലാവിടെയും വാഹനങ്ങൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ റോഡിൽ വലിയ തിരക്കാണ്. ഇപ്പോൾ ഈ കൊച്ചിയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിൽ നിന്ന് കാലെടുക്കാനേ പറ്റാത്ത അവസ്ഥയായിരിക്കും അല്ലേ? കാരണം അത്രയ്ക്കും വാഹനങ്ങളുടെ തിരക്കാണ് അവിടേക്ക് ഉള്ളത്. അപ്പോൾ നോക്കൂ, ഗാഡിയോं की तादाद बढ़ने की वजह से हमें क्या क्या मुश्किलात पेश आती है. വാഹനങ്ങളുടെ എണ്ണം കൂടിയത് കൊണ്ട് എന്തൊക്കെ മുഷ്കിലാത്തുകളാണ്, എന്തൊക്കെ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രയാസങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ഏക് നോട്ട് ലിഖി, ഒരു നോട്ട് തയ്യാറാക്കുക എന്നാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മുന്നിൽ പറഞ്ഞതുപോലെ സമയം, വക്ത് അല്ലേ? സമയം എന്ത് ചെയ്യുന്നുണ്ട്? സമയം പാഴാവുന്നുണ്ട്. ഒരു യാത്രയ്ക്ക് വേണ്ടി ഒരുപാട് വാഹനങ്ങൾ ഇങ്ങനെ മുന്നിൽ നിന്ന് തെക്കും തിരക്കും ആവുന്ന സമയത്ത് നമുക്ക് നമ്മുടെ മിനിമം സ്പീഡിൽ പോലും പോകാൻ പറ്റില്ല അല്ലേ? അപ്പം അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്? സമയം നഷ്ടം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹവായി ആലൂദകി കൂടുന്നുണ്ട്, എയർ പൊല്യൂഷൻ കൂടുന്നുണ്ട്, അതുപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ കൂടുന്നുണ്ട് അല്ലേ? നോയ്സ് പൊല്യൂഷനിലെ ശബ്ദ മലിനീകരണം, വായു മലിനീകരണം കൂടുന്നുണ്ട്. അതേപോലെ തന്നെ ആക്സിഡൻറ്റുകളും എന്ത് ചെയ്യാറുണ്ട്? ഈ വാഹനങ്ങളുടെ എണ്ണം കൂടുന്നത് കൊണ്ട് കൂടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെല്ലാം കൂടെ ചേർത്തൊരു ചെറിയ നോട്ടാക്കിയിട്ട് തയ്യാറാക്കാം. അപ്പം ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്. നോക്കൂ, ഗാഡിയോं की भीड़ से बहुत सारे मुश्किलात पेश आते हैं. വാഹനങ്ങളുടെ തിരക്ക് കാരണം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഇസ്സേ ഹവായി ആലൂദകി ഹോത്തെ ഹെ, അത് കാരണം കൊണ്ട് എയർ പൊല്യൂഷൻ ഉണ്ടാവുന്നു. ഷോർ കി ആലൂദകി ബി ഹോത്തെ ഹെ, അഥവാ വായു മലിനീകരണം, നോയ്സ് പൊല്യൂഷനെ പറയുന്നതാണ് ഷോർ കി ആലൂദകി, അതും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ ഗാഡിയോं की भीड़ से ട്രാഫിക് ജാം ഹോത്തെ ഹെ, അല്ലേ? ട്രാഫിക് ജാമുകൾ, ഗതാഗത കുരുക്കുകൾ ഉണ്ടാവുന്നു. അതുപോലെ തന്നെ ഓർ കബി കബി സഡക് മേ ഹാദിസാത്ത് ബി ഹോത്തെ ഹെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാറുണ്ട്? റോഡിൽ ആക്സിഡൻസും ഉണ്ടാവാറുണ്ട്. അടുത്ത ചോദ്യം, മെട്രോ കാ സഫർ ദിൽകശ് താ. जोशना की सहेली പാർവതി മെട്രോ സഫർ കെ ബാരെ മേ ഇസ്സെ പൂച്ച്നെ ലഗി. മെട്രോയിലെ യാത്ര വളരെ നല്ലതായിരുന്നു അല്ലേ? വളരെ മനോഹരമായിരുന്നു. ജോഷ്നയുടെ സഹേലിയായ പാർവതി മെട്രോ യാത്രയെക്കുറിച്ച് അവളോട് ചോദിക്കാൻ തുടങ്ങി. എന്താണ് ചോദിച്ചത്? പാർവതി ചോദിക്കുകയാണ്, ജോഷ്ന മെട്രോ കാ സഫർ കൈസാത്ത, ജോഷ്ന മെട്രോയിലെ യാത്ര എങ്ങനെയുണ്ടായിരുന്നു? അപ്പോൾ ജോഷ്ന എന്തായിരിക്കും പറയുക? ഇത് തന്നെയായിരിക്കും പറയുക അല്ലേ? മെട്രോ കാ സഫർ ദിൽകശ് താ. പിന്നെ എന്ത് ചോദിക്കാം? പിന്നെന്താണ് ചോദിക്കുക? എവിടെ നിന്നാണ്, എവിടെ മുതൽ എവിടെ വരെയാണ് യാത്ര ചെയ്തതെന്ന് ചോദിക്കുക അല്ലേ? അപ്പോൾ നമുക്ക് ആ ഒരു 2-3 വാചകങ്ങൾ എഴുതിയാലോ? ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇതിന് ശേഷം നിങ്ങൾക്ക് മെട്രോയെക്കുറിച്ചുള്ള എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണോ കിട്ടുന്നത് അത് വെച്ച് എന്ത് ചെയ്യാം? ഈ സംഭാഷണത്തിനെ വലുതാക്കാം കേട്ടോ. നമ്മളിങ്ങനെ എഴുതുകയാണ്, മെട്രോ കാ സഫർ ദിൽകശ് താ. दिलकश था पार्वती. जोशना तुम कहाँ से कहाँ तक मेट्रो में സഫർ കിയ എന്ന് വെച്ചാൽ നീ എവിടെ മുതൽ എവിടെ വരെയാണ് മെട്രോയിൽ യാത്ര ചെയ്തത്? അപ്പോൾ എന്ത് പറയാം? ജോഷ്ന എന്ത് പറയുന്നു? അതിവിടെ എഴുതുന്നുണ്ട്. നമുക്കറിയാം മെട്രോ തുടങ്ങുന്നത് ആലുവ മുതൽ
തൃപ്പൂണിത്തറ വരെയാണ്. അപ്പോൾ നമുക്ക് അങ്ങനെ എഴുതാം അല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം? ഹം ആലുവ സേ തൃപ്പൂണിത്തറ तक मेट्रो में സഫർ കിയ. ഇനി വേണമെന്നുണ്ടെങ്കിൽ പാർവതി ടിക്ക് ഹേ അല്ലേ, എന്നിട്ട് ജോഷ്നയും ടിക്ക് ഹേ പാർവതി എന്ന് എഴുതിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സംഭാഷണം അവസാനിപ്പിക്കാം കേട്ടോ. ടിക്ക് ഹേ ജോഷ്ന, ഇപ്പം എന്നിട്ട് ടിക്ക് ഹേ പാർവതി, അത്രയും മതി. ഓക്കെ. അടുത്ത സവാൽ ഇതാണ്. जोशना के सफ़र का तजर्बा आपने पढ़ा है ना? आपके किसी सफ़र के बारे में दोस्त के नाम एक हत तैयार कीजिए. എന്താ പറഞ്ഞത്? ജോഷ്നയുടെ യാത്രാനുഭവത്തിനെ കുറിച്ച് നമ്മൾ പഠിച്ചല്ലോ അല്ലേ. നമ്മൾ ജോഷ്ന മെട്രോയിലേക്ക് പോയത് അല്ലെങ്കിൽ കൊച്ചിയിലേക്ക് പോയിട്ടുള്ള യാത്രയാണ് നമ്മൾ ഇപ്പോൾ പഠിച്ചത്. അവൾ അവിടെ എന്തൊക്കെ കണ്ടു, എന്തിലൊക്കെ യാത്ര ചെയ്തു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ സംഭാഷണത്തിലൂടെ പഠിച്ചത്. അപ്പോൾ ആപ്കെ കിസി സഫർ കെ ബാരേമേ, നിങ്ങളുടെ ഏതെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ കൂട്ടുകാരന് അല്ലെങ്കിൽ കൂട്ടുകാരനോ കൂട്ടുകാരിക്കോ ഒക്കെ ഒരു കത്ത് എഴുതിയിട്ട് തയ്യാറാക്കാനാണ് പറയുന്നത്. ഒരു കത്ത് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യാം? നമുക്കറിയാലോ, ആദ്യം അഡ്രസ്സ് കാര്യങ്ങളൊക്കെ എഴുതണം അല്ലേ. പേരെഴുതുന്നു, നമ്മുടെ പേരല്ല, സ്ഥലത്തിൻ്റെ പേര്, ഡേറ്റ് എഴുതും. പിന്നെ പ്യാരേ ദോസ്ത് എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുന്നു. പിന്നെ നമ്മൾ എവിടെയാണോ പോയത്, അവിടെ എന്തൊക്കെ സംഭവങ്ങളാണോ കണ്ടത്, അതെല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു കത്ത് തയ്യാറാക്കുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ ഒരു മോഡലും കൂടെ നോക്കാം. അപ്പോൾ നമ്മുടെ കത്ത് ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. നോക്കൂ, പാലക്കാട് 2 മാർച്ച് 2000 അല്ലേ, 2026 അഥവാ മാർച്ച് 2, 2026. മേരെ പ്യാരേ ദോസ്ത് റാഫി ആദാബ്, എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനായ റാഫി ആദാബ്. ആപ് കൈസേ ഹേ, നിനക്ക് സുഖമാണോ? മീ യഹാ ടീക് സേ ഹും, എനിക്കിവിടെ സുഖം തന്നെയാണ്. കൽ മേ അബ്ബ അമ്മി കെ സാത്ത് മലമ്പുഴ ഗയാത്ത, ഞാൻ ഇന്നലെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മലമ്പുഴയിൽ പോയിരുന്നു. വഹാ മേ മലമ്പുഴ ഡാം ബഈജ ഓർ റോപ്വേ ദേക്ക, അവിടെ ഞാൻ മലമ്പുഴ ഡാം, അതുപോലെ തന്നെ മലമ്പുഴ ഉദ്യാനം, അതുപോലെ തന്നെ റോപ്പ് ഒക്കെ കണ്ടു. റോപ്വേ കാ സഫർ ബഹുത് ദിൽകഷ് താ, റോപ്വേയിലെ യാത്ര വളരെ നല്ലതായിരുന്നു. സ്കൂൾ ചുട്ടി കെ വക്ത് ഹം ദോനോ മിൽക്കർ വഹാൻ ജായെങ്കെ, സ്കൂൾ അവധി സമയത്ത് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് അവിടെ പോകണം. ആപ്കാ ദോസ്ത് രാജു, നിൻ്റെ കൂട്ടുകാരനായ രാജു. അപ്പോൾ ഇതാണ് നമ്മൾ എഴുതിയിട്ടുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ പോയ ഏതെങ്കിലും ഒരു സ്ഥലത്തിനെക്കുറിച്ച് ഇതുപോലെ കാര്യങ്ങളൊക്കെ വിവരിച്ചുകൊണ്ട് എഴുതുക. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഹുദാ ഹാഫിസ്.